സാറിന് കളിയും താല്പര്യമില്ല? പണ്ടുണ്ടായിരുന്നു, ഇപ്പോ പ്രായം ചെല്ലുന്തോറും അങ്ങനെ. സാർ, ഞാൻ ഫുട്ബോളാണ് ഉദ്ദേശിച്ചത്. പ്രിയമുള്ളവരെ, നമ്മളെ ആവേശം കൊള്ളിക്കുന്ന കളി ആരംഭിക്കുകയാണ്. ചോരപുരണ്ട കൈകളിൽ മൈലാഞ്ചിക്കറ വീണ ഏറനാടിന്റെ കരുത്തന്മാരുടെ ഉജ്ജ്വല പോരാട്ടമാണ് ഇവിടെ നടക്കുന്നത്. ചാട്ടുളി പോലുള്ള ഷോട്ടുകളും ഉറിയ പാസുകളുമായി സ്റ്റാലിയൻസ് മഞ്ചേരിയുടെ നൗഷാദ്, അതെ നൗഷാദാണ് എതിരാളികളുടെ ഗോൾ വലയത്തിലേക്ക് കുതിക്കുകയാണ്. ഇപ്പോൾ കാണികളിൽ ആവേശം തിരയിളക്കി ഇരു ടീമുകൾ കൊടുക്കാറ്റായി മാറുന്ന കാഴ്ചയാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ കളി ഇങ്ങനെ കമന്ററി പറഞ്ഞു തീർക്കാതെ ഗാലറി പോയി കളി കാണാനുള്ള ആഗ്രഹം കൊണ്ട് ഗാലറിയിലേക്ക് നീങ്ങുകയാണ്. നിങ്ങളുടെ സ്നേഹമുള്ള ഓരോ ഓട്ടം എനിക്ക് തന്നെ നൽകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. രാമനുണ്ണിയാ കമന്ററി പറയുന്നത്. അയാൾ കേരള ടീമിൽ ഉണ്ടായിരുന്നപ്പോൾ ഒരു കളി ഞാൻ കണ്ടിട്ടുണ്ട്. പൗളിന്റെ ഉസ്താദാ. അന്നൊരു റെഡ് കാർഡ് കിട്ടി. ക്ഷണിക്കുകയാണ്. ഡെൽറ്റ ഫോഴ്സിന്റെ ഗോപിയുടെ പിഴവിനെ മുതലെടുത്തുകൊണ്ട് നൗഷാദിന്റെ ശക്തമായ ഡെൽറ്റ ഫോഴ്സ് ഗോളി ജസ്റ്റിൻ അതിസമർത്ഥമായി രക്ഷപ്പെടുത്തിയിരിക്കുകയാണ്. വീണ്ടും ഏറനാടൻ സ്റ്റാലിയൻസിന്റെ മുന്നേറ്റം. 7-ാം നമ്പർ താരം ജാബിർ കൊടുത്ത പാസിലൂടെ അതിമനോഹരമായി ഗോൾ നേടിയിരിക്കുന്നു. ഫുട്ബോൾ പ്രേമികളിൽ അനുഗ്രഹീതമായ ഏറനാടൻ സ്റ്റാലിയൻസ് കരുത്തരായ ഡെൽറ്റ ഫോഴ്സിന്റെ ഗോൾ വലയെ ചലിപ്പിച്ചുകൊണ്ട് ആദ്യ പകുതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ ഇതാ രണ്ടാം പകുതിയിലേക്കുള്ള വിസിൽ മുഴങ്ങുകയാണ്. ഏറനാടൻ സ്റ്റാലിയൻസ് കാണികളുടെ ആവേശവും അനുഭവവും ഏറ്റുവാങ്ങുന്ന കാഴ്ചയാണ് ഇപ്പോഴും നമ്മുടെ ഫൈനൽ മത്സരം കാണാനെത്തിയിരിക്കുന്നത്. CDP സ്ഥാനാർത്ഥി സഖാവ് രാഗിണി രാഘവനാണ്. അവരെ ബഹുമാനപൂർവ്വം ഗാലറിയിലേക്ക് ക്ഷണിക്കുന്നു. നമ്മളിങ്ങനെ ഓളം ഉണ്ടാക്കി വന്നാൽ മതിയായിരുന്നു. പക്ഷേ ഈ ബുദ്ധി എനിക്ക് തോന്നിയില്ലല്ലോ. ജോറായിരിക്കും. ഞാൻ കമന്ററി പറയാൻ പോയപ്പോൾ കോലുതാൻ കേട്ടല്ലേ? കേട്ടു. പറ്റാത്ത പണിക്ക് പോകണ്ടെന്ന് പറഞ്ഞല്ലേ? മോഹൻ എന്ത് പറ്റി? ഹാർട്ട് അറ്റാക്ക് അടിച്ചോ? അയാൾക്ക് എവിടുന്ന ഹാർട്ട്? എന്ത് പറ്റിയത്? ആംബുലൻസ് വിളിക്കാൻ പറയൂ. സ്പോർട്സ് കൗൺസിലിലെ ഡോക്ടർമാരും ഇല്ലേ ഇവിടെ? ഒന്ന് മാറ്. എക്സ്ക്യൂസ് മീ. മാറ്. He shot. എന്ത് പറ്റി? ആരോ വെടിവെച്ചതാ. വെടിവെക്കേ? ഈശോയെ, ഇനി ഇവിടുന്ന കുഴപ്പാ. He's dead. നേരെ വണ്ടി വീട്ടിലേക്ക് എടുക്കണം. ഈസി, ഇത് കളി വേറെയാ. ഇനി വീട്ടിൽ നിൽക്കണം. അപകട. ഡ്രസ് എടുക്കണം. വണ്ടി എടുക്കണം. അവരുടെ ഭാഗത്ത് നിന്ന് എന്ത് പ്രകോപനം ഉണ്ടായാലും ചിലപ്പോൾ നമ്മുടെ ഓഫീസ് കത്തിക്കും. നമ്മുടെ പ്രവർത്തകർക്കെതിരെ ആക്രമണം ഉണ്ടാവും. നമ്മളെല്ലാവരും സംയമനം പാലിക്കണം. രാമനുണ്ണി, നാളത്തെ കൺവെൻഷൻ നമ്മൾ മാറ്റിവെക്കുക. ഇലക്ഷൻ കമ്മീഷന്റെ തീരുമാനം അറിഞ്ഞിട്ട് മതി ബാക്കി. പിന്നെ സൂക്ഷിക്കണം. താനാ ഗാലറിയിൽ ഉണ്ടായിരുന്നല്ലേ? ഇതവനാ, എനിക്കുറപ്പാ. ഇത് ചെയ്തത് രാമനുണ്ണിയാ. എന്താ? ഒരാഴ്ച മുമ്പ് എന്റെ നേരെ തോക്ക് ചൂണ്ടി ഓൻ പറഞ്ഞതാ ഇതുപോലെ മോഹന്റെ നേരെ ചൂണ്ടും അത് പൊട്ടിക്കാനായിരിക്കുന്നത്. ഇയാളുടെ സ്റ്റേറ്റ്മെന്റ് ഇപ്പൊ തന്നെ. സർ,
ദീപക്, പ്രൊട്ടക്ഷനുള്ള PC വിളിച്ച് രാമനുണ്ണി എവിടെയാണെന്ന് അറിയാം. Sir. അയാൾക്ക് പ്രൊട്ടക്ഷനുള്ള സഫിഷ്യന്റ് ഫോഴ്സ് അറേഞ്ച് ചെയ്യണം റൈറ്റ് നൗ. സർ, എന്ത് വന്നാലും ആൾക്കൂട്ടം ഈ ഭാഗത്തേക്ക് കടക്കാതിരിക്കാൻ നിങ്ങളുടെ ആൾക്കാർ നോക്കണം. ഫോഴ്സ് വരുന്നത് വരെ, ഇല്ലെങ്കിൽ ഉള്ള എവിഡൻസ് നഷ്ടപ്പെടും. ഈ 3 ഗാലറികളുടെ റിസർവേഷൻ ചാർജ് ഉടനെ കളക്ട് ചെയ്യണം. സർ, കളി കവർ ചെയ്ത ചാനലുകാരുടെ മുഴുവൻ ഫുട്ടേജും ഇന്ന് തന്നെ പോലീസിന് ഹാൻഡ് ഓവർ ചെയ്തിരിക്കണം. സർ. ദീപകെ, സർ. ഉടനെ ഇലക്ഷൻ കമ്മീഷനെ ഇൻഫോം ചെയ്തോളൂ. സർ. റിസർവേഷൻ ചാർട്ട് നോക്കി ഈ ഗാലറിയിലുള്ളവരെ മാത്രം ഒരാളും ചോരാതെ ഗ്രൗണ്ടിലേക്ക് മാറ്റി നിർത്ത്. ആ, അപ്പൊ ഇലക്ഷൻ ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ഉണ്ടായാൽ ഇലക്ഷൻ മാറ്റി വെക്കും. ബാനു അവിടെ വിളിച്ചിട്ട് കിട്ടുന്നില്ല സാർ. കൊല്ലപ്പെട്ടിരിക്കുന്നത് ജില്ലാ സെക്രട്ടറിയാണ്. ആയിക്കര കത്തും. അഡീഷണൽ ഫോഴ്സ് സാറിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയാണ്. ആ അത് നന്നായി. അതെ, കിട്ടുന്നുണ്ടെ കുറച്ചു പേരെയും കൂടെ വിളിച്ചോ. ഇപ്പോൾ കിട്ടിയ വാർത്ത, അമ്പാടി മോഹനൻ കൊല്ലപ്പെട്ടു. കൊലപാതകം ആയിരക്കണക്കിന് കാണികൾക്ക് മുന്നിൽ. ആരും തന്നെ വെടിവെച്ച് കേട്ടിട്ടില്ല എന്നതിനാൽ സൈലൻസർ ഘടിപ്പിച്ച തോക്കിൽ നിന്നാവാം വെടിയുതിർത്തത് എന്നാണ് പോലീസിന്റെ നിഗമനം. സംഭവ സമയത്ത് ഫസ്റ്റ് ക്ലാസ് ഗാലറിയിലെ രാമനുണ്ണിയുടെ സാന്നിധ്യം CDP പ്രവർത്തകരിൽ സംശയം ജനിപ്പിച്ചിട്ടുണ്ട്. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷം മൃതശരീരം പോലീസ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും. ഫോറൻസിക് വിദഗ്ധരുടെയും ബാലിസ്റ്റിക് വിദഗ്ധരുടെയും സാന്നിധ്യത്തിൽ പോലീസ് സർജന്റെ നേതൃത്വത്തിലുള്ള ഡോക്ടർമാർ ഇന്ന് രാത്രി തന്നെ പോസ്റ്റ്മോർട്ടം നടത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ CDP സംസ്ഥാന സെക്രട്ടറി P. സുഗതൻ സംഭവ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അദ്ദേഹം പ്രവർത്തകരുമായി ദുഃഖം പങ്കുവയ്ക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. ഇത് തികച്ചും ആസൂത്രിതമായ ഒരു കൊലപാതകമാണ്. ഇത് പാർട്ടി നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടും. പാർട്ടി പ്രവർത്തകർ ആരിൽ നിന്നും തന്നെ വികാരപരമായ പ്രതികരണങ്ങൾ ഉണ്ടാകരുതെന്ന് കീഴ്ഘടകങ്ങളോട് കർശനമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നാളെ സംസ്ഥാന വ്യാപകമായി തികച്ചും സമാധാനപരമായി ഹർത്താൽ നടത്താൻ പാർട്ടി തീരുമാനിച്ചു. ബാലിസ്റ്റിക് വിദഗ്ധർ എത്തിയിട്ടുണ്ട്. അവർ സംഭവ സ്ഥലം വിശദമായിട്ട് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രാഥമിക നിഗമനങ്ങളിൽ നിന്നും ഇതൊരു രാഷ്ട്രീയ കൊലപാതകമായിട്ട് കാണാൻ കഴിയില്ല. ഇത്രയും ജനങ്ങളുടെ മുമ്പിൽ വെച്ച് അത്രയേറെ സൂക്ഷ്മതയോടെയാണ് കൊല നടത്തിയിരിക്കുന്നത്. സർ, ഇതൊരു രാഷ്ട്രീയ കൊലപാതകമല്ലെന്ന് പറയാനുള്ള കാരണം ഊഹാപോഹങ്ങൾ വെച്ച് അടിസ്ഥാനരഹിതമായ കാര്യങ്ങളൊന്നും മീഡിയ സ്പ്രെഡ് ചെയ്യുക. ഇലക്ഷൻ മാറ്റിവെക്കാൻ സാധ്യതയില്ലെന്ന്, യാതൊരു ക്രമസമാധാന പ്രശ്നം ഉണ്ടാവില്ലെന്ന് ഹോം മിനിസ്റ്ററും പാർട്ടി സെക്രട്ടറിയും ഇലക്ഷൻ കമ്മീഷൻ ഉറപ്പ് കൊടുത്തുന്നു. അവർക്ക് കിട്ടിയ സഹതാപതരംഗം വേസ്റ്റ് ആക്കണ്ടല്ലോ. ഇലക്ഷൻ മാറ്റി വെച്ചിരുന്നെങ്കിൽ ഉണ്ടല്ലോ, ചെയ്ത പണിയെല്ലാം വേസ്റ്റ് ആയി പോയനെ. എന്നാലും മോഹനെ ആരായിരിക്കും കൊന്നത്? കൊന്നത് മോഹനെ ആണെങ്കിലും ലക്ഷ്യം ഞാനാ TC. സഖാക്കളെ, ഒരു രക്തസാക്ഷിത്വത്തിനും നമ്മൾ മറുപടി കൊടുക്കാതിരുന്നിട്ടില്ല. അതൊരു നയമൊന്നുമല്ല, വികാരമാണ്. ആ വൈകാരികമായ സംഘബോധമാണ് പാർട്ടിയുടെ അടിത്തറ. ലാൽ സലാം സഖാവേ. സെക്കൻഡ് റോയിലെ ഈ 2 സീറ്റുകളിലായിരുന്നു രാമനുണ്ണിയും തോമസ് ചാക്കോയും. ഇതൊരു .32 ബുള്ളറ്റാണ്. ബൈ ഇലക്ഷന്റെ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം ജില്ലയിലെ എല്ലാ ലൈസൻസ്ഡ് തോക്കുകളും ADMന് മുന്നിൽ സറണ്ടർ ചെയ്തിരിക്കുകയാണ്, രാമനുണ്ണിയുടെ തോക്കൊഴികെ. ഇത് വെറുമൊരു രാഷ്ട്രീയ കൊലപാതകമല്ല, പേഴ്സണൽ വെഞ്ചൻസ് ആണ് റീസൺ. അതിന് സോളിഡായിട്ടുള്ള 3 പ്രയോർ ഇൻസിഡൻസ്, അത് കൊറാബറേറ്റ് ചെയ്യുന്ന 12 സാക്ഷികളുടെ മൊഴികൾ, സഫിഷ്യൻറ്റ് ആൻഡ് കൺക്ലൂസീവ് എവിഡൻസ് ഒക്കെയുണ്ട്. അത് മാത്രമല്ല, ഈ തോക്കിൽ 2 പേരുടെ പാംപ്രിന്റുകളുണ്ട്, രാമനുണ്ണിയുടെയും തോമസ് ചാക്കോയുടെയും. ഇതിനൊക്കെ പുറമെ ഇത് ഫസ്റ്റ് ക്ലാസ് ഗാലറിയിൽ നിന്ന് പോലീസ് കണ്ടെടുത്ത ഒരു സോഫ്റ്റ് ഡ്രിങ്ക് ക്യാൻ. ഇത് തോക്കിൽ ഘടിപ്പിക്കാവുന്ന ഒരു സൗണ്ട് സപ്രസറാണ്, സൈലൻസർ. ഒരു സോഫ്റ്റ് ഡ്രിങ്ക് ക്യാൻ വെച്ച് ആർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു സൈലൻസർ. ഇന്റർനെറ്റിൽ പല സൈറ്റുകളായി കിടപ്പുണ്ട്, ചിത്രങ്ങളടക്കം ഇതിന്റെ നിർമ്മാണത്തിൽ. അതിൽ രാമനുണ്ണിയുടെയും തോമസ് ചാക്കോയുടെയും വിരലടയാളമെല്ലാം കണ്ടെത്തിയിട്ടുണ്ടോ സാർ? സംഭവത്തിന് ശേഷം ഫസ്റ്റ് ക്ലാസ് ഗാലറിയിൽ തിങ്ങിക്കൂടിയ ജനക്കൂട്ടം ചവിട്ടി ചതക്കപ്പെട്ട നിലയിലാണ് ഇത് കണ്ടെത്തിയത്. അതിവിദഗ്ധമായിട്ടാണ് പോലീസ് കസ്റ്റഡിയിൽ നിന്ന് പ്രതികൾ രക്ഷപ്പെട്ടത്. പക്ഷേ കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ പരിചിതമായ സ്വന്തം മുഖം അധിക നേരം ഒളിച്ചു വെക്കാൻ രാമനുണ്ണിക്കാവില്ല. അതുകൊണ്ട് തന്നെ അറസ്റ്റ് ഉടനെ ഉണ്ടാവും. ദാറ്റ്സ് ഓൾ. ഒരു ബുള്ളറ്റ്
അതെങ്ങനെ തോക്കിന്ന് മിസ്സായി? തോക്ക് വീട്ടിലായിരുന്നില്ലേ? ഉണ്ട മാറ്റി നിന്റെ തള്ള തന്നെ ആയിരിക്കും. അങ്ങനെയാണ് ഈ ആദ്യം സംശയിക്കേണ്ട നിന്നെ അല്ലടാ. നിന്റെ കയ്യിലല്ലാണ്ട് ഞാൻ വേറെ ആരുടെങ്കിലും തോക്ക് കൊടുത്തണ്ടോടാ? ഓ അങ്ങനെ ശരി. എങ്ങോട്ടാ? പോലീസ് എന്നെ അറസ്റ്റ് ചെയ്യട്ടെ, ചോദ്യം ചെയ്യട്ടെ. തോക്കിൽ എന്റെ ഫിംഗർ പ്രിന്റ് എങ്ങനെ വന്നു അതല്ലേ അവർക്ക് അറിയേണ്ടത്. അതിനുള്ള ഉത്തരവാണ് നീ ഇപ്പൊ പറഞ്ഞത്. സഹാക്കന്മാർ തന്നെ പലതവണ കണ്ടിട്ടില്ലേ നീ എനിക്ക് തോക്ക് കൈമാറുന്നത്? പിന്നെ ഞാൻ എന്തിനു വിളിച്ചിരിക്കണം? നീ മാറ്. ഇപ്പൊ ഞാൻ ഇറങ്ങിയില്ലെങ്കിൽ പിന്നീട് ഒരിക്കലും എനിക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല. നീ മാറി. അവിടെ പോയി തന്തയുടെയും തറവാടിന്റെ ഒന്നും അഡ്രസ് ഇല്ലാത്തോണ്ടാ ഈ 15 കൊല്ലം പാർട്ടിയിലെ സകല അവന്മാർക്കും ഇപ്പൊ കയറി വന്ന നിനക്കടക്കം വിടുപണി ചെയ്യേണ്ടി വന്നത്. പക്ഷെ അത് എനിക്കും നാളെ ഒരു ദിവസം വരുമെന്നുള്ള ഉറപ്പുള്ളതുകൊണ്ടാ. അതിങ്ങനെ ഒറ്റ ദിവസം കൊണ്ട് ആർക്കാനും വേണ്ടി ഓടുകണ്ട. നീ മാറി. നീ ഒരു മറ്റടത്തേക്കും പോണില്ല. ഇത് എനിക്കുള്ള ട്രാപ്പാ. എടുത്തുന്നായാലും വലത്തുന്നായാലും. കൊല നടന്ന് 14 മണിക്കൂറിനകം പോലീസ് ഇത്രയ്ക്ക് കൺക്ലൂസീവ് എവിഡൻസുമായിട്ട് പ്രതികളെ തീരുമാനിച്ചിട്ടുണ്ടോ ഇന്ന് വരെ കേരളത്തില്? ഇപ്പൊ നീ ഇറങ്ങിയ നിന്നെ കൊണ്ട് ആവശ്യമുള്ളത് മുഴുവൻ അവര് പറയിപ്പിക്കും. നീ മാപ്പ് സാക്ഷി. അതാണല്ലോ നിനക്ക് സേഫ്. പറഞ്ഞല്ലോ നിന്റെ രാഷ്ട്രീയ ഭാവി. എനിക്ക് ജീവപര്യന്തം. 2-3 വർഷം കഴിഞ്ഞ് പരോളിലിറങ്ങും. ഇറങ്ങിയ കട്ടൺ പേസ്റ്റ് അവന്മാര് വെട്ടി തേച്ചു കളയും. ജീവിച്ചു വളർന്ന് ഇവിടെ ചരിത്രം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല. എന്റെ തന്റെ പോലെ കത്തിക്ക് തീരാൻ എനിക്ക് മനസ്സിലടാ. ഊരിപ്പോവാൻ നോക്കിയ കൊച്ചക്ക അറക്കുന്നതിന് ഞാൻ. പോളിംഗ് തീരണവരെ CDP-ക്കാരനങ്ങൂല. അവർക്ക് ഈസി വാക്ക് ഓവർ അല്ലേ? എന്താ NSPയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥി കൊലയാളി ഒളിവിൽ. എലക്ഷൻ കഴിഞ്ഞാൽ പ്രസിഡന്റ് NSPക്കാരുടെ വീട് കയറിയുള്ള വേട്ടയായിരിക്കും. ഞാൻ ഒന്നുകൂടെ പറയുക, NSP സപ്പോർട്ട് ചെയ്യുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥി മാത്രമാണ് രാമനുണ്ണി. ആ സപ്പോർട്ട് അങ്ങോട്ട് പിൻവലിക്കുക. എന്തായാലും തോക്കും. അപ്പൊ പിന്നെ തടിയും മാനവും രക്ഷിക്കാൻ ഇപ്പൊ ഇതേ ഉള്ളൂ മാർഗം. NSP സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരുന്ന അഡ്വക്കേറ്റ് രാമൻ ഉണ്ണിക്ക് കൊടുത്തിരുന്ന പിന്തുണ നിരുപാധികം പിൻവലിക്കുകയും NSPയുടെ പരിപൂർണമായ പിന്തുണ ഇദ്ദേഹത്തിന് സുമേഷനായിരിക്കുമെന്നുള്ള വിവരവും ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ഹലോ ഡാ ഒരു മിനിറ്റ്. ഞാൻ അവരെയും കൊണ്ടാ വരുന്നേ. വൈകിട്ട് പുറപ്പെടും. അജയ്, ക്യാമറകളെല്ലാം പെർഫെക്റ്റ്ലി കൺസീൽഡ് ആയിരിക്കണം. ഒന്നുപോലും അവരുടെ കണ്ണിൽ പെടരുത്. പിന്നെ മൊബൈൽ ജാമർ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഓരോ മുക്കിലും മൂലയിൽ നിന്ന് ചെക്ക് ചെയ്യണം. ഒരു കാരണവശാലും അവർക്ക് സിഗ്നൽ കിട്ടാൻ പാടില്ല. ഡിഷ് ആന്റിനെയും TVകളൊക്കെ ഉടനെ എടുത്ത് മാറ്റിക്കും. വി ആർ ഗോയിങ് ടു റോക്ക് ഡിയർ. ബൈ. എന്തായാലും ഉണ്ടാക്കുമ്പോൾ ഇച്ചിരി മധുരത്തിനുണ്ടാക്കിക്കൂടെ? TC ഇത് ആര്? മാരത്തെ ചന്ദ്രികയല്ലേ? എന്താ മോളെ ബ്ലൗസ് ഒന്നും ഇടാതെ? നിനക്ക് ഞാനൊരു ബ്ലൗസ് തുന്നി വെച്ചിട്ടുണ്ട്. എന്നാ പിന്നെ മുഖത്തൊരു ഉണക്കുമുന്തിരിയും കൂടെ ഒട്ടിച്ചു വെക്കും, പ്രേം നസീറിനെ പോലെ. അപ്പൊ പിന്നെ ആർക്കും മനസ്സിലാവൂല. ഡോ, ഇവിടുന്ന് എങ്ങനെയെങ്കിലും കിടക്കാൻ നോക്കണോ പിശാശെ? ദാ ചെന്നേ ആ മുഖത്ത് മുടിയിലൊക്കെ എന്തെങ്കിലും വൃത്തിയോട് കാണിച്ചു വെച്ച്. ഇനി ഞാൻ കൂടെ വൃത്തികേടാവണോ? ഈ കോലത്ത് കൊണ്ടുപോകാൻ പറ്റിയെങ്കിൽ കൊണ്ടുപോയാൽ മതി. അല്ലെ ഞാൻ പോയി പിടി കൊടുക്കാം. പോലെ ഓ അല്ല, അടിക്കട്ടെന്ന് ഒളിച്ചിരിക്കാൻ ഇനി ഒരു മേക്കപ്പ്. രാമണ്ണിയുടെ നോട്ട് ഞാൻ വക്കീലിന് മെയിൽ ചെയ്തിട്ടുണ്ട്. ആദ്യം സെഷൻസിൽ ഫയൽ ചെയ്യാം. നാളെ തന്നെ മൂവ് ചെയ്യും. സെഷൻസ് തള്ളൂന്നുള്ളത് ഉറപ്പാ. സെക്കൻഡ് ചാൻസ് ഹൈക്കോടതിയാ. തേർഡ് ചാൻസ് സുപ്രീം കോടതിയിലും. മുൻകൂർ ജാമ്യം കിട്ടുമെന്ന് വിചാരിച്ചാണോ ഒളിച്ചിരിക്കാൻ പോകുന്നത്? ബെസ്റ്റ്. ഈ കുരുക്കഴിച്ചെടുക്കാൻ എനിക്ക് കുറച്ച് സമയം വേണം. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. പിന്നെ ഞാൻ ഇതിനോട് വക്കീലാന്ന് പറഞ്ഞിരിക്കും. അപ്പൊ വക്കീലും ആണോ? അതെ, മാരാത്തെ ചന്ദ്രിക എത്തി. തുടങ്ങിയോ കലാപരിപാടികളൊക്കെ? അടിച്ചേക്കല്ല കൊച്ചു കുടിച്ചു വെട്ടിക്കും. ടച്ചിങ്സ് എല്ലാം കൊണ്ടുവന്നിട്ടുണ്ടോ മോളെ? ടച്ചിങ്സ് ഒന്നുമില്ല രാമനുണ്ണി. ഇത് നമ്മുടെ പേഴ്സണൽ കമ്മ്യൂണിക്കേഷന് വേണ്ടി. ഇനി ഈ മൊബൈലുകളിൽ മാത്രമായിരിക്കും കോൺടാക്ട്. ഇതിൽ സിം ഇട്ടിട്ടുണ്ട്. എൻ്റെ പുതിയ നമ്പർ സേവ് ചെയ്തിട്ടുണ്ട്. ഉടനെ പുറപ്പെടണം. അയ്യേ,
ജീൻസ് ബനിയൻ കളസം ദേ ഈ സാമാനം ഒന്നും ഞാൻ ഇടില്ല കേട്ടോ. ഇതൊക്കെ ഇട്ട് ആരെങ്കിലും എന്നെ കണ്ടാൽ തീർന്നു എന്റെ രാഷ്ട്രീയ ഭാവി. ദേ ഇതിലും ഭേദം ഞാൻ പിടി കൊടുക്കുന്നതാ. ആ ഇവിടുന്ന് കടന്ന് മംഗലാപുരം കഴിഞ്ഞു കിട്ടണം. അതുവരെ എന്റെ കാറിൽ പോണത് അപകടമാണ്. മംഗലാപുരം കടന്നിട്ട് ഞാനൊരു വഴി കണ്ടുപിടിച്ചിട്ടുണ്ട്. താനെന്തിനു പുതിയ വഴി കണ്ടുപിടിക്കുന്നത്? കോഴിക്കോട്, തലശ്ശേരി, കണ്ണൂർ, കാസർഗോഡ്, മംഗലാപുരം ആ വഴിയില്ലേ ഒരു കൊളംബസ് വന്നിരിക്കുന്നു. എക്സാക്ട് ആയിട്ട് ഈ സ്ഥലം എവിടെയാ? ഈ സ്ഥലം അറിഞ്ഞൂടെ? ഇത് ഈ മാധവൻ സാറിന്റെ വീടാണ് അല്ലേ മോളെ? താൻ ഭയങ്കര വെള്ളമാണല്ലോ. ഗോവ മഹാരാഷ്ട്ര ബോർഡറിലാണ് സ്ഥലം. നമ്മള് ഗോവ എത്തിയോ? ഞാൻ പാസ്പോർട്ട് എടുത്തു. ഫ്രിഡ്ജിൽ മോരിരിപ്പുണ്ട്, കലക്കി കൊടുക്ക്. ആ ഓട്കയിൽ മോറൊഴിച്ചിരിക്കാൻ ബെസ്റ്റ്. എടുത്തിട്ടോ. ഗോവ മഹാരാഷ്ട്ര ബോർഡറിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഇന്റീരിയർ വർക്ക് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ബീച്ച് റിസോർട്ട്. അയ്യോ, അപ്പൊ അവിടെ വർക്കേഴ്സ് ഉണ്ടാവില്ലേ? വർക്കേഴ്സ് ഉണ്ടാവാണ്ട് പിന്നെ റിസോർട്ട് ഉണ്ടാവോടോ? പേടിക്കണ്ട, അവിടെ എല്ലാവരും മറാഠികളും ഗോവൻസും. ഗോവൻസ് നല്ല അടികാരാ. പിന്നെ അവിടെ യാതൊരു കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസും ഇല്ല. ലാൻഡ് ഫോൺ ഇല്ല, മൊബൈലിന് റേഞ്ച് ഇല്ല. വാട്സപ്പ് ഉണ്ടാവുമല്ലോ. പിന്നെ 28 കിലോമീറ്റർ മാറിയ ഒരു ടൗൺ ഉണ്ട്. അവിടെ ബീവറേജ് ഉണ്ടോ? അതില്ലാണ്ട് എനിക്ക് പറ്റില്ല. അല്ല, നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെ അറിയാൻ പറ്റും? കാര്യങ്ങൾ അറിഞ്ഞിട്ട് ഒൽത്താൻ പോലെ ഒന്നും മിണ്ടായിരടോ. അതിനല്ലേ ഞാൻ. എനിക്ക് പുറത്തു പോയി വിളിച്ച് അന്വേഷിച്ച് വരാമല്ലോ. അതെ, ഒരു ബെസ്റ്റ് സ്ഥലം ഞാൻ പറയാം. മുടി മുറിക്കണ്ട, കളസൂടണ്ട, 10-16 മണിക്കൂർ യാത്ര ചെയ്യണ്ട, വെറുതെ റോട്ടിൽ ഇറങ്ങി നിന്നാ മതി, അവര് കൊണ്ടുപോയിക്കോളും. സബ്ജയില് എങ്ങനെ പോയാല? ഇയാളെയും കൊണ്ടുള്ള പോക്ക് നടക്കില്ല. വേണ്ട, റോട്ടിൽ ഇയാൾ ഇറങ്ങി നിന്നാലും മതി. പക്ഷെ കൊണ്ടുപോകുമ്പോ ഞങ്ങൾ രണ്ടുപേരെ കൊണ്ടുള്ളൂ. ഇല്ലേ ഇല്ലേ രാമണ്ണി? ഇല്ലേ? ഞാൻ കാല് പിടിക്കാം. ഇപ്പൊ കൊച്ചിന് മുന്നിൽ വെച്ചിട്ട് നശിപ്പിക്കരുത്. ഗാലറിയുടെ മുകളിൽ നിന്നുള്ള 1ാമത്തെയോ 2ാമത്തെയോ റോയിൽ നിന്നാണ് ഫയർ ചെയ്തിരിക്കുന്നത്. ഇതൊരു .32 ബുള്ളറ്റാണ്. ബൈ ഇലക്ഷന്റെ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം ജില്ലയിലെ എല്ലാ ലൈസൻസ്ഡ് തോക്കുകളും ADMന് മുന്നിൽ സറണ്ടർ ചെയ്തിരിക്കുകയാണ്. അത് മാത്രമല്ല, ഈ തോക്കിൽ 2 പേരുടെ പാമ്പറിന്റുകളുണ്ട്. രാമനുണ്ണിയുടെയും തോമസ് ചാക്കോ. വക്കീല് കേസ് പഠിക്കായിരിക്കും. ഇതെടുത്തോണ്ട് പോയി വൃത്തിയുടെ കാണിക്കല്ലേ. വൃത്തികേട് പുറത്ത് കാണാതിരിക്കാൻ ഇടുന്ന സാധനമാണിത്. ഈ ഒരെണ്ണം തിരിച്ചു മറിച്ചു വിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന എന്നെ സമ്മതിക്കണം. താൻ ഇന്നലെ കുമ്പസാരിക്കണമെന്ന് പറഞ്ഞിരുന്നു. ആണോ? ഓ, ഞാൻ ഓർക്കുന്നില്ലെന്നേ. ഞാൻ ഓർക്കണുണ്ട്. എന്നാ താൻ പോയി കുമ്പസാരിച്ചിട്ട് വാ. പള്ളിയും അച്ഛനൊന്നും ഇല്ലാത്ത സാഹചര്യത്തില് ആരോടെങ്കിലും ഒന്ന് ഏറ്റു പറഞ്ഞാൽ മതി, കുറച്ച് മനസമാധാനം കിട്ടും. ഹെൽന, ഞാൻ എന്തേറ്റ് പറയണമെന്നാണ് താൻ ആഗ്രഹിക്കുന്നത്? തനിക്ക് പറയാനുള്ളത് എന്തും. ശരി, എനിക്ക് ഏറ്റു പറയാനൊന്നുമില്ല, പക്ഷെ പറയാനുണ്ട്. തൻ്റെ കൈകൊണ്ടാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ മോഹനെ കൊല്ലിച്ചത് താൻ, അല്ലെങ്കിൽ താൻ അറിഞ്ഞുകൊണ്ടാണത്. പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതോ രാഷ്ട്രീയമോ ഒന്നുമല്ല. അയാളെ കൊല്ലാൻ തനിക്ക് വേറെ എന്തോ ഒരു കാരണമുണ്ട്. അന്ന് ഗസ്റ്റ് ഹൗസിൽ വെച്ച് തോക്ക് ചൂണ്ടി മോഹനെ ഒരു ദിവസം പൊട്ടിക്കുമെന്ന് പറഞ്ഞത്. പിന്നെ ചാനൽ സ്റ്റുഡിയോയിൽ ഇൻസിഡന്റ്. അന്ന് അകത്തെന്താ സംഭവിച്ചെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു തനിക്കറിയാറാമോ പറയാൻ. ഇപ്പൊ എനിക്കറിയാനുള്ള പ്രായപൂർത്തിയാക്കി പറയണോ? ഞാൻ കേൾക്കാം. കേട്ടോ, പറയാം. കാരണമുണ്ട്. അവനെ കൊല്ലാൻ എനിക്ക് കാരണമുണ്ട്. ആദ്യം പാർട്ടി ഓഫീസിൽ വെച്ച് വേണമെങ്കിൽ മനസ്സിലാക്കിക്കോന്നുള്ള മട്ടില് അവൻ പൊതിഞ്ഞൊന്ന് പറഞ്ഞു. സിദ്ധാന്തത്തിന്റെ ശീലക്കേട് കുറച്ചുണ്ടായിരുന്നു നിന്റെ അച്ഛന്. ഉൾപാർട്ടി സമരം ഇരുട്ടത്താരുടെ കത്തിക്ക് തീർന്നോണ്ട് കൂടുതൽ സഹിക്കേണ്ടി വന്നില്ല. ഔദ്യോഗിക പ്രഖ്യാപനമുണ്ടായത് NSP സ്ഥാനാർത്ഥി രാമനുണ്ണിയാണെന്ന് ഉറപ്പായതോടെ CDP ഏറ്റവും ശക്തനായ എതിരാളിയായിരിക്കും കളത്തിലിറക്കുക. ഒറ്റയ്ക്കൊന്ന് കാണണമെന്നുണ്ടായിരുന്നു, അതിന് മാത്രമേ വന്നത്. പൊട്ടിക്കാനാണോ? അത് നിന്റെ മുഖത്തെന്ന് അറിഞ്ഞതിന് ശേഷം. എന്താ നിനക്ക് അറിയേണ്ടത്?
എൻ്റെ അച്ഛൻ്റെ മരണം. അതെ, എൻ്റെ അറിവോടെ തന്നെയാണ്. ഒത്തിരി ചോരക്കളി കളിച്ചും കളിപ്പിച്ചും തന്നെയാണ് ഞാനിവിടം വരെ എത്തിയത്. മീശ മുളച്ചതിന് ശേഷമല്ല, നിക്കറിട്ട കാലത്തെ തുടങ്ങിയ അധ്വാനം. ആ എന്നെ പഠിച്ചു കളയെന്ന് തീരുമാനിച്ചു നിന്റെ അച്ഛൻ. അന്ന് രാത്രി തന്നെ തീർത്തു. അറിയുമ്പോൾ എല്ലാം അറിഞ്ഞു. അത് NSPക്കാരുടെ അക്കൗണ്ടിൽ കയറിയത് വേറൊരു കേസിലെ 2 യഥാർത്ഥ പ്രതികളെ മാറ്റാൻ. നിന്റെ ഉദയഭാനുവിന് ചെയ്തു തരേണ്ടി വന്നൊരു ഫേവർ. പിന്നെ അറബുകാരനെ സപ്ലൈ ചെയ്തതും ഉദയഭാനു. മതിയോ? ഇനി എപ്പോഴാ പൊട്ടിക്കുന്നത്? കൊല്ലണ്ടേടോ അവനെ. ഞാൻ തന്നെയല്ലേ അവനെ കൊല്ലണ്ടത്? പറയണോ? വണ്ടർഫുൾ. ഇതുവരെ ടിൽ ഹിയർ ഫസ്റ്റ് എപ്പിസോഡ്. നാളെ ഈവനിംഗ് 7:30 ചാനലുകളുടെ പ്രൈം ടൈമിൽ ഈ എപ്പിസോഡ് വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യണം. എല്ലാ ചാനലുകൾക്കും പ്രോമോ അറ്റാച്ച് ചെയ്ത മെയിൽ സെൻഡ് ചെയ്യണം. വൈകിട്ട് 7:30 മണി വരെ കേരളം മുഴുവൻ കാത്തിരിക്കണം. ചർച്ച ചെയ്യണം. തല്ലുകൊള്ളുമ്പോ വേദന കുറച്ചേ അറിയൂ. എനിക്ക് വേണ്ട. കുടിക്കാൻ. What's happening there? പറയാൻ ആ തന്തയില്ല കഴിവുറമാൻ എന്നെ വിളിച്ച് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി. എപ്പിസോഡ് 2. ഈ പ്രോഗ്രാമിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്ന കേസ് നമ്പർ 1, ഹൈഡിംഗ് ഡേയ്സ് ഓഫ് എ കൾപ്രിറ്റ്. ഒരു കുറ്റവാളിയുടെ ഒളിവ് ദിനങ്ങൾ. അമ്പാടി മോഹനൻ വധം. സമാനതകളില്ലാത്തൊരു രാഷ്ട്രീയ കൊലപാതകം. രാമനുണ്ണി സംശയിക്കപ്പെട്ട നിമിഷം മുതൽ ഞങ്ങൾ അയാളെ പിന്തുടരുകയായിരുന്നു. രാമനുണ്ണിയെയും സഹായി തോമസ് ചാക്കോയെയും പിന്തുടർന്ന് ഞങ്ങളെത്തിയത് കേരളത്തിന് പുറത്തുള്ള അവരുടെ ഒളിയിടത്തിലേക്കാണ്. അവരറിയാതെ ഈ ഒളിയിടത്തിൽ കുറച്ച് ഒളിക്യാമറകൾ സജ്ജീകരിച്ച് പൊതുപ്രവർത്തകരുടെ മുഖംമൂടി അണിഞ്ഞ ഈ ചെന്നായ്ക്കളുടെ ഒളിജീവിതം പകർത്തുകയാണിവിടെ. അവരുടെ തന്നെ വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും തുറന്നു കിട്ടുന്ന കൂടുതൽ സത്യങ്ങളിലേക്കും തെളിവുകളിലേക്കും ജനങ്ങൾക്കും പോലീസിനും സ്വാഗതം. ഹൈഡിംഗ് ഡേയ്സ് ഓഫ് എ കൾപ്രിറ്റ് എപ്പിസോഡ് 1. ഇത് മെയിൽ അറ്റാച്ച്മെന്റാ. എല്ലാ ചാനലിലും ഇതിന്റെ കോപ്പി ഉണ്ട്. ഹോട്ട് പെർസ്യൂട്ടിന്റെ സൈറ്റ് ഓപ്പൺ ചെയ്യുക, മെയിൽ വെച്ച് വർക്ക് തുടങ്ങുക. കം ഓൺ ഫാസ്റ്റ്. അറിയാലല്ലേ ഉമ്മ, ഞാനവിടെ മത്സരിക്കുന്നത്. നമ്മുടെ ജില്ല ഓട്ടോറിക്ഷ. നമസ്കാരം. നമസ്കാരം. ശത്രുക്കളാരും കൈകോപ്പിയെ പറ്റുള്ളൂ. മാറിക്കണം. ടിവിയിൽ രാമനുണ്ണി. എന്തോ രാമനുണ്ണി ടിവിയിലെന്ന്. രാഷ്ട്രീയ കേരളത്തെ ഞെട്ടിച്ച അമ്പാടി മോഹനൻ വധത്തിന്റെ ദുരൂഹതയിലേക്ക് വിരൽ ചൂണ്ടുന്ന തെളിവുകളുമായി ഹോട്ട് പെർസ്യൂട്ട്. പ്രതികളെന്ന് സംശയിക്കപ്പെടുന്ന രാമനുണ്ണിയും തോമസ് ചാക്കോയും ക്യാമറ കണ്ണുകളിൽ. അമ്പാടി മോഹനൻ വധം. സമാനതകളില്ലാത്തൊരു രാഷ്ട്രീയ കൊലപാതകം. രാമനുണ്ണി സംശയിക്കപ്പെട്ട നിമിഷം മുതൽ ഞങ്ങൾ അയാളെ പിന്തുടരുകയായിരുന്നു. രാമനുണ്ണിയെയും സഹായി തോമസ് ചാക്കോയെയും പിന്തുടർന്ന് ഞങ്ങളെത്തിയത് കേരളത്തിന് പുറത്തുള്ള അവരുടെ ഒളിയിടത്തിലേക്കാണ്. അവരറിയാതെ ഈ ഒളിയിടത്തിൽ കുറച്ച് ഒളിക്യാമറകൾ സജ്ജീകരിച്ച് പൊതുപ്രവർത്തകരുടെ മുഖംമൂടി അണിഞ്ഞ ഈ ചെന്നായുടെ ഒളിജീവിതം പകർത്തുകയാണിവിടെ. അവരുടെ തന്നെ വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും തുറന്നു കിട്ടുന്ന കൂടുതൽ സത്യങ്ങളിലേക്കും തെളിവുകളിലേക്കും ജനങ്ങൾക്കും പോലീസിനും സ്വാഗതം.
സർ, സൈറ്റിന്റെ ഐ പി അഡ്രസ്സും മെയിലിയുടെ ഐ പി അഡ്രസ്സും സിംഗപ്പൂരാണ് കാണിക്കുന്നത്. വാട്ട്? അവർ സിംഗപ്പൂരാണുള്ളതെന്നല്ല, ഇത് സ്പൂഫിംഗ് ആണ് സർ, ഐ പി സ്പൂഫിംഗ്. ഇതെടുത്തോണ്ട് പോയെ, വൃത്തികേട് കാണിക്കല്ലേ. വൃത്തികേട് കാണാതിരിക്കാൻ ഇടുന്ന സാധനമാണിത്. താൻ ഇന്നലെ കുമ്പസാരിക്കണമെന്ന് പറഞ്ഞിരുന്നു. ഓ, ഞാൻ ഓർക്കുന്നില്ല. പള്ളിയും അച്ഛനൊന്നും ഇല്ലാത്ത സാഹചര്യത്തില് ആരോടെങ്കിലും ഒന്ന് ഏറ്റു പറഞ്ഞാൽ മതി, കുറച്ച് മനസ്സമാധാനം കിട്ടും.